എന്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പോലും വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ കൽപ്പിച്ചു. ബാങ്ക് പോലും പുരുഷന്മാർക്ക് മാത്രം കൽപ്പിച്ചു. ബാങ്ക് കൊടുക്കൽ സ്ത്രീകൾക്ക് പാടില്ല. കാരണം പെണ്ണിന്റെ ശബ്ദം പുറത്തങ്ങനെ കേൾക്കേണ്ടതല്ല, കേട്ട് ആസ്വദിക്കേണ്ടതല്ല. അന്യ സ്ത്രീയുടെ ആ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നത് അത് സിനയാണ്, അത് കാതിന്റെ വ്യഭിചാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനാൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുണ്ടല്ലോ, അവരത്യാവശ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോകാറുണ്ടെങ്കിലും ചിലപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു കൊടുക്കാൻ വേണ്ടി പോകേണ്ടി വരും. അതേപോലെ തന്നെ വിദേശ രാജ്യത്തേക്ക് ഭർത്താവിന്റെ കൂടെ പോകുമ്പോ എമിഗ്രേഷനിൽ അതിന്റെ മുഖമൂടി ഒന്ന് പൊക്കണം എന്ന് പറയുമ്പോ പൊക്കി കാണിച്ചു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ID നോക്കിയിട്ട് ആളെ കാണാൻ മനസ്സിലാക്കാൻ വേണ്ടി നിന്റെ മുഖമൂടി പൊക്കണമെന്ന് പറയുമ്പോ പൊക്കി കൊടുക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ ഈമാനും തഖ്വയുമുള്ള സ്ത്രീകള് അതേ മറ്റുള്ള കക്ഷികളെ പോലെ, യുക്തിവാദികളെ പോലെ, നിരീശ്വരവാദികളെ പോലെ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരെ പോലെ റോട്ടിലിറങ്ങിയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് മുമ്പ് കാണാറില്ലായിരുന്നു. ഇപ്പോൾ അതാ ഈ പാവപ്പെട്ട സ്ത്രീകളെ ആരെല്ലാമോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നരകത്തിലേക്ക് നയിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഉസ്താദുമാരെ വഅലിന് ഞങ്ങൾ പോയിരുന്നു, ഞങ്ങൾ സംഭാവന കൊടുത്തിരുന്നു, നല്ല ഭക്ഷണം പാകം ചെയ്ത് എത്തിച്ചു കൊടുത്തിരുന്നു. ഞങ്ങളോട് അലിമീങ്ങൾ പറഞ്ഞില്ലെന്ന് ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് കംപ്ലൈന്റ് പറയേണ്ട ഉമ്മമാരെ, ഹബീബ് നബി തങ്ങൾ പറയുന്നു, സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് കൂട്ടര് നരകത്തിലാണ്. അതേ സിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ, ആ ടീമിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എന്റെ കാലഘട്ടത്തിലില്ല. പക്ഷേ അവര് വരുമെന്ന് നബി തങ്ങൾ പറയാണ്. അതിൽപ്പെട്ട ഒരു ടീം ഏതാണ്? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹാ വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ. സ്ത്രീകളെ, നിങ്ങൾ ഈമാനുള്ളവരാണോ? നിങ്ങൾ മുസ്ലിം സ്ത്രീകളാണോ? ഹബീബ് നബി നിങ്ങളുടെ ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. അവിടുന്ന് പറയുന്നു, ഒരു വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. കാസിയാത്തുൻ നാരിയാത്ത്, വസ്ത്രം പേരിന് ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത ഫലമാണ്. അവരെ മാറിടം കാണുന്നുണ്ട്, കൈത്തണ്ട കാണുന്നുണ്ട്. അതേപോലെ തന്നെ അന്യപുരുഷന്മാര് നോക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തും മുഖം മറക്കാതെ അവര് രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ കാസിയാത്തുൻ ആരിയാത്ത് മായിലാത്തുൻ മുമീലാത്ത്, അന്യപുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാകുന്ന രൂപത്തിലാണ് അവരുടെ സംസാരം, അങ്ങനെയാണ് അവരെ പെരുമാറ്റം. അവര് ആദാ പുരുഷന്മാരെ ആകർഷിപ്പിക്കുകയാണ്. അവരുടെ തലകഥാ ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ പൊക്കിക്കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് ഹബീബ് നബി തങ്ങൾ പറയാണ്, ലാ യദ്ഖുൽനൽ ജന്ന, ഇങ്ങനെ പുരുഷന്മാരെ മുന്നിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകള് അവര് സ്വർഗത്തിൽ കടക്കൂല കേട്ടോ. വലാ യജിദന റീഹഹാ, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് കിട്ടൂല കേട്ടോ. വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, എത്രയോ നാഴികയപ്പുറത്ത് നിന്ന്, എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം, സ്വർഗത്തിന്റെ മണം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല കേട്ടോ. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അതാ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് പണ്ഡിതന്മാര് വിലക്കുന്നില്ല. നിങ്ങളെ മഈസത്തിന് വേണ്ടി ഇറങ്ങേണ്ടി വന്നാൽ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിന്റെ കൂടെ യാത്ര പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആവശ്യത്തിന് വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ പോകേണ്ടി വന്നാൽ, ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ, തൊഴിലെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തൊഴിലിന് വേണ്ടി പോകേണ്ടി വന്നാൽ അവിടെയൊന്നും പണ്ഡിതന്മാര് വിലക്കുന്നില്ല. കാരണം നബിതങ്ങൾ വിലക്കിയിട്ടില്ല. ഉദിനലകുന്നലി ഹവായിജിക്കുന്ന ആവശ്യത്തിന് പോകുന്നത് അനുവദിച്ചു എന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. എന്നാൽ ചോദിക്കട്ടെ, ഏതോ ഒരു മനുഷ്യൻ അതാ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ അല്ലാത്ത തെരഞ്ഞെടുപ്പിലോ ഒരു മനുഷ്യൻ വിജയിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വിജയമാണോ? ഇനി സ്വർഗത്തിലേക്ക് തന്നെയാണെങ്കിൽ ചോദിക്കട്ടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, ഉമർ ഇബ്നുൽ ഖത്താബിനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, അലി ഇബ്നു അബീ താലിബ് തങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, ലോകത്തുള്ള ഓരോ ഭരണാധികാരികളെയും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ മുസ്ലിം സ്ത്രീകൾ ഇറങ്ങിയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തിയതായി ഏതെങ്കിലും മുജാഹിദിന് കാണിച്ചു തരാൻ കഴിയോ? ഏതെങ്കിലും ജമാഅത്തുകാരന് കാണിച്ചു തരാൻ കഴിയോ? ഏതെങ്കിലും പുത്തൻവാദിക്ക് കാണിച്ചു തരാൻ കഴിയോ? ഈ പുത്തൻവാദികളെ കൂട്ടുപിടിച്ച് സ്ത്രീകളെ രംഗത്തിറക്കുന്ന ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയോ? അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഓ മുസ്ലിം സ്ത്രീകളെ, ആയിഷ ബീവി കിടക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കണ്ടേ? ഖദീജ ബീവി കിടക്കുന്ന സ്വർഗത്തിൽ കടക്കണ്ടേ? സൈനബ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന സ്വർഗത്തിൽ കടക്കണ്ടേ? ഫാത്തിമ ബീവി കിടക്കുന്ന സ്വർഗത്തിൽ കടക്കണ്ടേ? എങ്കിൽ ആ മാതികളെ വിട്ടുകൊണ്ട്, അവരെ കാണിച്ചു തന്ന മാതൃക വിട്ടുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോയാൽ തന്നെ അത് വലിയ നാശമുണ്ടാക്കുമെന്നല്ലേ തഖിയുദ്ദീൻ ഹിസ്നി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മാ അഹ്സന ഖൗലഹു, അത് എത്ര നല്ല വാക്കാണെന്നല്ലേ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫതാവയിൽ പറഞ്ഞത്. അങ്ങനെ ഫയംബഗിൽ ജസ്മു ബിത്തഹ്രീം, ഇക്കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ അനാവശ്യത്തിന് പുറപ്പെട്ടു പോകുന്നത് ഹറാമാണെന്ന് തന്നെ വിധി പറയണം. വൽ ഫത്വാ ബിഹി, അങ്ങനെ ഫത്വ കൊടുക്കണമെന്നല്ലേ ഇമാമിങ്ങൾ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളടക്കം എടുത്തുദ്ധരിച്ചുകൊണ്ട് അംഗീകരിച്ചത്. എങ്കിൽ ഈ യുവതികളായ സ്ത്രീകളും അല്ലാത്ത സ്ത്രീകളും പുറത്തിറങ്ങി ഈ പച്ച ഹറാമ് ചെയ്യുമ്പോൾ ആലിമീങ്ങൾ നോക്കി നിൽക്കാൻ പറ്റുമോ? സംഘടന കുറെ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമായോ? ആലിമീങ്ങൾ തുറന്ന് പറയണ്ടേ പടച്ചറബിന്റെ ദീന്? അത് പറയുന്നിടത്ത് അതാ പിന്നോട്ട് നിൽക്കാൻ പറ്റുമോ? മൻ കതമ ഇൽമൻ, വല്ലവരും ഇൽമു മറച്ചു വെച്ചാൽ, പഠിച്ച ആലിമീങ്ങൾ അവർ ഇൽമു പറയാതെ മറച്ചു വെച്ചാൽ, ആരെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിലും ശരി, അൽജമഹുല്ലാഹു യൗമൽ ഖിയാമത്തി ബിലുജാമി മിനന്നാർ, തീയിന്റെ ചങ്ങല കൊണ്ട് ആലിമീങ്ങളെ ചങ്ങല കിടും എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ പള്ളിയിലെ ഖതീബുമാരും, എല്ലാ ഖാദിമാരും, എല്ലാ പണ്ഡിതന്മാരും നമ്മുടെ മുസ്ലിം സ്ത്രീകളെ നരകത്തിലേക്ക് നയിക്കുന്ന ഏർപ്പാടിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങൾക്കത് പച്ചഹറാമാണ് എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ മുൻഗാമികൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ ഉമ്മ സ്വർഗത്തിലേക്ക്, ഉമ്മാമ സ്വർഗത്തിലേക്ക്, ജേഷ്ഠത്തി സ്വർഗത്തിലേക്ക്, നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ സ്വർഗത്തിലേക്ക്, നിങ്ങൾ നരകത്തിലേക്ക്. അത് ക്ഷമിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഈ നരകം എന്ന് പറയുന്നത് തമാശയാണോ? അതൊരു തമാശയാണോ? ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ ഒരു സെക്കൻഡ് ക്ഷമിക്കാൻ കഴിയുമോ സഹോദരിമാരെ? അതുകൊണ്ട് ഗൗരവത്തിൽ കാണണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പ്. അതൊരു സാധാരണ നേതാവല്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. തുല്യതയില്ലാത്ത നേതാവാണത്. അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം ഹഖാണ്. അവിടുന്ന് ഖിയാമത്ത് നാളെടുക്കുന്ന സമയത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് 1400 കൊല്ലം മുമ്പ് സ്ത്രീകൾ ഇതേ ചുറ്റുപാടിൽ വരും എന്നത് മുന്നറിയിപ്പ് നൽകിയതാണ്. ആ നരകത്തിന്റെ വിറകാകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ തുനിയരുത്. എന്തേ നമ്മുടെ സമുദായത്തിന് പറ്റിപ്പോയത്?
പരിശുദ്ധ ദീനുൽ ഇസ്ലാം പിച്ച് ചീന്തുന്ന ഒരു കാലഘട്ടം. പണ്ഡിതന്മാർക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? പണ്ഡിതന്മാരവരെ കർത്തവ്യം നിർവഹിച്ചില്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ ചങ്ങലയാണ്, തീക്കട്ട കൊണ്ടുള്ള ചങ്ങലയാണ്. ആരെന്ത് പരിഹസിച്ചാലും ആരെന്ത് കുറ്റം പറഞ്ഞാലും പഠിച്ച ഇൽമ് തുറന്നു പറയാതെ പണ്ഡിതന്മാർക്ക് ജീവിക്കാൻ പറ്റൂല കേട്ടോ. ആ പണ്ഡിതന്മാരുടെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവൻ ഭാഗ്യവാനാണ്. SOSന്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ, SSFന്റെ പ്രവർത്തകർ, ഓ മുഅ്മിനീങ്ങളെ, അതേ SMA പ്രവർത്തകർ, സുന്നി ജമീഅത്തുൽ മുസ്ലിമിന്റെ പ്രവർത്തകർ, മഹാനായ താജുൽ ഉലമയുടെയും അതുപോലെ സുൽത്താനുൽ ഉലമയുടെയും റഈസുൽ ഉലമയുടെയും അങ്ങനെ തുടങ്ങിയുള്ള ആലിമീങ്ങളെ പിന്നിൽ അടിയുറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചു. ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, ആരെയും നിസ്സാരപ്പെടുത്തുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. എല്ലാ സയ്യിദന്മാരെയും ആദരിക്കണം, എല്ലാ പണ്ഡിതന്മാരെയും ആദരിക്കണം. എല്ലാവരും പരസ്പര സ്നേഹത്തിൽ ജീവിക്കണം, സഹകരണത്തോടെ മുന്നോട്ട് പോകണം. അനാവശ്യങ്ങളൊന്നും പറയാൻ പാടില്ല, അനാവശ്യമായ പരാമർശങ്ങളും പാടില്ല. മറിച്ച് ഗീബത്തും നമീമത്തും പറയാനല്ലല്ലോ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത്, ആരെങ്കിലും കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കാനല്ലല്ലോ സൃഷ്ടിക്കപ്പെട്ടത്, ആരെങ്കിലും തെറ്റിദ്ധരിക്കാനുമല്ലല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പടച്ചവന്റെ ഉടമസ്ഥതയിൽ ജീവിക്കുന്ന അടിമയാണ് ഞാൻ. അടിമക്ക് പരിപൂർണ സ്വാതന്ത്ര്യമില്ല. ഉടമസ്ഥൻ വിരോധിച്ചത് ചെയ്തുകൂടാ, ഉടമസ്ഥൻ കൽപ്പിച്ചത് വിട്ടുകൂടാ. നബിയുനല്ലാമിറുൻ ഐഫലാഹദു അബർറ ഫി ഖൗലിനാ മിൻഹു വലാ നഅമി. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യേസ് പറഞ്ഞത് എന്തുണ്ടോ, അംഗീകരിച്ചതെന്തുണ്ടോ, അത് അംഗീകരിക്കുന്നവനാണ് ഞാൻ. അവിടുന്ന് വിരോധിച്ചതെന്തുണ്ടോ, അതിനെ എതിർക്കുന്നവനാണ് ഞാൻ. ഈ ഒരു ചിന്തയിൽ ജീവിക്കാതെ തടിയിച്ച ഫോളോ ചെയ്ത് ജീവിച്ചാൽ അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് ഹബീബ് നബി തങ്ങളതാ പറയുന്നു, വത്തബഉ ശഹവാത്ത്. നിസ്കാരം പാഴാക്കുന്ന ഒരു ടീം പിന്നെ വരും. ശഹവത്തിനനുസരിച്ച് തടിയിച്ചക്കനുസരിച്ച് ഫോളോ ചെയ്ത് ജീവിക്കുന്നവരും ഫസൗഫ യൽഖൗന ഗയ്യാ. അവർക്ക് കഠിനമായ ശിക്ഷയുള്ള നരകം അവർ കണ്ടെത്തിക്കും. അവരതാ നരകത്തിലെത്തിപ്പോകും, വലിയ വഴികേടിലായി പോകും എന്ന് പറയുന്ന ആയത്ത് ഖുർആനിൽ ഇറങ്ങിയപ്പോൾ ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാളെടുക്കുന്ന സമയത്ത് പിടച്ചുപോയിട്ട് എത്ര പേരാണ് നരകത്തിലേക്ക് നീങ്ങുന്നത്. അത് ഓർത്തിട്ട് ഞാൻ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. അലിയേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് ഓർമ്മിപ്പിച്ചത് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കണം, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കണം. നമ്മൾ ആരെയും ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ നിസ്സാരപ്പെടുത്താനോ അല്ല. അള്ളാഹുവിന്റെ ദീനായി മനസ്സിലാക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് പണ്ഡിതന്മാർക്ക് എന്തോ കാര്യം കിട്ടാനാണെന്ന് വിചാരിക്കാതെ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ചതും കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചതും അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചതും അവിടുന്ന് എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചതും ആളുകളെ സ്വർഗത്തിലെത്തിക്കാനാണ്.